ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ഈ കറങ്ങുന്ന കസേര. ഞാൻ പുതിയ കറങ്ങുന്ന കസേരയൊക്കെ മേടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത് എനിക്ക് എത്രത്തോളം കംഫർട്ടാണോ അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മേടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കുക കേട്ടോ, ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ നിൽക്കാൻ തോന്നുന്നു ഇതിൽ കയറിയിരിക്കുമ്പോഴേക്ക്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പൊന്നെ ഇതൊരു നൃത്തം കിട്ടുന്നില്ലടേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ സാധനത്തെ ഈ ഒരു കസേര ഈ ഒരു രീതിയിലാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നേരം ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ കാണാം ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിയിലായിരുന്നു, ചെറുതല്ല ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടിയിലായിരുന്നു ഇതാദ്യം വന്നത്. നമുക്ക് അതുമുതലേ ഒന്ന് കാണാം. Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never look back once you felt that. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. ഞാനിത് ആദ്യം ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെയും ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് ഓരോ സാധനമൊക്കെ എവിടെ വെക്കാനുള്ളതാണെന്നൊന്നും തിരിയുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയത്. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കൊടുക്കാത്തത്. ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ ഇത് ഈ രീതിയിൽ ആക്കിയെടുത്തതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇതുപോലത്തെ ചെയർ നിങ്ങൾക്ക് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഡാമേജുകൾക്ക് വന്നിട്ടുണ്ട്. അത് ഈ ബ്രാൻഡിൻ്റെ ആണ്, നമുക്ക് ഈ ബ്രാൻഡിനെ നമുക്ക് കുറ്റം വരാൻ പറ്റില്ല. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഏകദേശം 11,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ 11,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 10,999 അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല ആമസോണിലൊക്കെ ഇത് ലഭ്യമാണ്. എല്ലായിടത്തും റേറ്റ് കണക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് അത്ര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നിയിട്ടില്ല. ഇത് വരുമ്പോൾ തന്നെ എന്തോ ഒരു കാർഡ്ബോർഡ് വെട്ടിയിലെല്ലാം കൂടി തട്ടിക്കൂട്ടി പറക്കിയിട്ടൊരു പാക്കിംഗ് ആയിരുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ആണത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഡാമേജൊക്കെ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ ഈ ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒന്നും എനിക്ക് അത്ര പിടിച്ചില്ല. ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു സ്റ്റിച്ചിങ് ഒക്കെയാണ്. പിന്നെ ഓരോ പാർട്സൊക്കെ ഒരു കംപ്ലൈൻറ്റ് രീതിയിൽ, ഒരു പെയിൻ്റൊക്കെ പോയ രീതിയിലൊക്കെ ഉള്ളൊരു പാർട്സാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ടല്ല, പക്ഷേ ഇരിക്കാനൊക്കെ കംഫർട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ സെറ്റിങ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ 2 ലിവർ കൊടുത്തിട്ടുണ്ട്. ഒരു ലിവർ നമുക്ക് ഒരു ലിവർ നമുക്ക് ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ലിവർ നമുക്ക് ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ലിവർ ഉണ്ട്. ഇത് നമുക്ക് കാണിക്കാൻ ചാരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ചാരാൻ വേണ്ടിയിട്ടാണ്. ഇത് മാക്സിമം ഇത്രയേ പോകുള്ളൂ കേട്ടോ. ഇത് മാക്സിമം ഇത്രയേ പോകുള്ളൂ. അതുപോലെ നേരെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടും വരും. അപ്പം ഇനി താത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ലോക്കായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാറ്. നമ്മൾ സിനിമാ സംബന്ധമായ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാറ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു കറങ്ങുന്നൊരു കസേര ഞാൻ വാങ്ങിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം വാങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങളാരും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരാം. അപ്പോൾ ഇനി വീഡിയോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യണം, ലൈക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.